അത് പെട്ടെന്ന് അമ്മൂമ്മേനെ കണ്ടപ്പോ അവനും ഓളിവിടെ ആര്? നിന്റെ ആങ്ങളെ നാത്തൂനും. എന്റെ ആങ്ങളെ നാത്തൂനും അമ്മ എന്തിനാ കാണണേ? അമ്മയ്ക്ക് അവരൊന്നും കാണാന്നല്ലേ പറഞ്ഞേ? അതെ, പെറ്റ വയറാ, വേദനിക്കും. വേദനിക്കോ? അമ്മൂമ്മ എല്ലാം കഴിച്ചായിരുന്നോ? ആ കഴിച്ചായിരുന്നു, ആനയിറച്ചി കഴിച്ചായിരുന്നു. അതിനകത്ത് കഴിക്കാൻ പറ്റുമോ? പക്ഷേ നീ മിണ്ടായിരുന്നോ? എടീ, അവരെന്തിയെന്നാ നിന്നോട് ചോദിച്ചത്? നീ ചോദിച്ചത് കേട്ടില്ലേ? എനിക്കറിയില്ല. എനിക്കറിയാം, നീ അവരെ ഒളിപ്പിച്ചു വെച്ചേക്കാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ ഒളിപ്പിച്ചോ? അവനെന്താ വല്ല കൊലപ്പുള്ളി വല്ലോ ആണോ? അല്ല, നീ ഒന്നും പറയത്തില്ലല്ലോ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വാ. അടിക്കാനില്ല, ഞാനൊന്നുമില്ല. എടീ, ഇവിടെ വരാനാ നിന്നോട് പറഞ്ഞേ. എന്റെ പൊന്നമ്മൂമ്മ, സത്യം പറയാ, പ്രസവിച്ച കൊച്ചിനെടുക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല. പിന്നെ ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന സംഭവം ഇല്ലേ, അതിലൊന്നും എനിക്ക് യാതൊരു പങ്കില്ല. എനിക്കില്ല. നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? സോറി അമ്മൂമ്മ. എടാ കേശു, അവരെന്തിയാടാ? ഇവിടെ ഇല്ല, പുറത്തു പോയേക്കോ. അവളിങ്ങ് വരട്ടെ, എനിക്ക് അവളെ ശരിക്കൊന്ന് കാണണം. ആര്? എന്റെ ചെറുക്കനെ വളച്ചെടുത്തവളെ. അയ്യേ, ഇത് ലോക്കലായിട്ടാണ് അമ്മ സംസാരിക്കണത്. ഇതൊക്കെ പഴയ അമ്മായിയമ്മമാര് സംസാരിക്കുന്ന ഡയലോഗാ. മാറ്റി പിടിച്ചേ. അമ്മയുടെ മോനായിരിക്കും അവളെ വളച്ചെടുത്തത്. എന്റെ മോൻ ശ്രീകുട്ടൻ അങ്ങനൊന്നും ചെയ്യുന്നവനല്ല. ഓ, എന്റെ മോൻ ശ്രീകുട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാത്തോണ്ടായിരിക്കും കുട്ടൻ കുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പോരാത്തിന് വേറൊരു കുട്ടി ഒക്കത്തുണ്ട്, കൊണ്ടുവന്നിട്ടില്ല, അവിടെ വെച്ചേക്കും. അടുത്ത സർപ്രൈസ്. ആ, അതാ അവിടെ മിടുക്ക്. എന്താ അവിടെ പേര്? ഗൗരി ശ്രീകുട്ടൻ. ആ, ഗൗരി ചീക്കുട്ടൻ. ഞാൻ ശ്രീകുട്ടനെ വെട്ടാം. ഗൗരി. അതാ അവിടെ ഒരു സാമർത്ഥ്യം. കൊച്ചിനെ 3-4 വയസ്സായിട്ടും അവനെ നമ്മളുമായിട്ട് അടുപ്പിച്ചോ, അവന്റെ പൈസ മൊത്തം അവൾ ഒതുക്കി വെക്കുവാ. പിന്നെ ഗൗരിമമ്മായി അങ്ങനത്തെ ആളൊന്നുമല്ല. നമുക്കൊരാളുടെ സംസാരം കേട്ടാ മനസ്സിലാവൂലേ? ഓ, ആൾക്കാരെ വിലയിരുത്താനൊക്കെ ആയോ നീ? ചെറുതായിട്ട്. എന്നാ ചെറുതായിട്ടൊന്നും വേണ്ട, അവൾ ഇങ്ങോട്ട് വരട്ടെ. അവിടെ തനി സ്വരൂപം എന്തോന്നേ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാന്ന്? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. പിള്ളേരെ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തരുമോ? ഞാൻ എടുത്തു തരാലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം. ഇവിടൊക്കെ എന്ത് രസമാണല്ലേ ശ്രീ. ഒരു സിറ്റി ആണെങ്കിലും ഗ്രാമത്തിന്റെ ഫീലുണ്ട്. ഇതൊക്കെ എന്ത്? നിങ്ങൾ പടവലത്തോട്ട് വരണം. കണ്ടെത്താ ദൂരത്ത് വയല്, നിറയെ മരങ്ങള്, പുഴയിലൊക്കെ ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി സെറ്റാക്കും. നമുക്ക് പിള്ളേർക്കൊന്നും വാങ്ങിച്ചില്ലെന്ന് പറയാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കൊടുക്കാം. അത് വേണം ശ്രീ. പിള്ളേർ റിയാക്ഷൻസ് എന്താണെന്ന് അറിയാല്ല. ചുമ്മാ അവർ പ്ലേ അല്ലേ? ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, ഹലോ. ആ, എന്ത് എല്ലാവരും മോഹം ഒന്ന് വല്ലാണ്ടിരിക്കുന്നു? സോറി, കുറച്ച് ലേറ്റായി പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ് നിങ്ങൾ വന്നു. അമ്മമ്മ പോകാൻ പറയണ എടുക്കാം. ഞാൻ നാളെ ഇവിടെ വീട്ടിൽ പോയി കൊച്ചിനെ എടുത്തുകൊണ്ട് പടവലത്തോട് ഒരു പോക്ക് പോകും. അമ്മമ്മ ഫ്ലാറ്റ്. കൊച്ചിനെ കാണുമ്പോൾ അമ്മമ്മ സന്തോഷാസ്ത്ര പൊഴിക്കും. അമ്മ അമ്മ പറ്റിപ്പോയമ്മ, അടിക്കല്ലേ ചേച്ചി, ഒരു അടി എന്നാ. എടാ, ഒരുപാട് തല്ലിയിട്ട് നീ നന്നായില്ലല്ലോടാ. ഇനി നിന്നെ തല്ലിയിട്ടും കാര്യമൊന്നുമില്ല. പാവമ്മ, അടിക്കല്ലേ അമ്മ. നീ മിണ്ടരുത്. എടാ, ഇത് എന്തൊരു കോലമാടാ ഇത്. എങ്ങനെ മര്യാദയ്ക്ക് വളർന്ന ഒരു ചെറുക്കനാ. ഈ കോലം ആക്കിയപ്പോ നിനക്ക് സമാധാനം ആയില്ല? ഒന്ന് സമാധാനപ്പെടമ്മ, പിന്നെ സംസാരിക്കാൻ. നീ എനിക്കൊരു സമാധാനക്കേടുമില്ല. എനിക്ക് ഇങ്ങനൊരു മോനും മരുമോളും ഇല്ല. ഗൗരി വിഷമിക്കണ്ട. ഗൗരി മരുമോളാണെന്ന് അമ്മ അംഗീകരിച്ചല്ല. ഓ, ഗൗരി വിഷമിക്കണ്ടെന്ന് ഞാനാടാ വിഷമിച്ചിരിക്കുന്നത്. എന്നിട്ട് നീ അവളെ സമാധാനിപ്പിക്കുന്നു.